ലഡാക്ക് ഇനി അമേരിക്കൻ പ്രദേശമാണ്. അവിടേക്ക് ഇനി ആരെയും കടക്കാൻ അനുവദിക്കില്ല. ഇറാനെതിരെ ഉപരോധം കടുപ്പിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതോടുകൂടി തന്നെ പശ്ചിമേഷ്യയിൽ പുതിയ യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടുകയാണ് അമേരിക്കൻ പ്രസിഡന്റ്. ഇറാനെതിരെ അമേരിക്ക ചരിത്രത്തിലെ ഏറ്റവും കടുത്ത സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടെ തന്നെ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിനെ ന്യൂ US ടെറിട്ടറി എന്ന് അടയാളപ്പെടുത്തിയ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത് വെറും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റായി കാണാനാകില്ല എന്നതാണ് വാസ്തവം. ലോകത്തിലെ നിർണായക എണ്ണവാതക കപ്പൽ ഗതാഗത പാതകളിൽ ഒന്നായ ഹോർമൂസിന്റെ നിയന്ത്രണം സംബന്ധിച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോര് കൂടുതൽ തുറന്ന ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ സൂചനയായി തന്നെയാണ് ട്രംപിന്റെ ഈ നീക്കത്തെ അടയാളപ്പെടുത്തുന്നത്. യുദ്ധം അവസാനിപ്പിച്ചതിന് പിന്നാലെ തന്നെ ഹോർമൂസിനെ അമേരിക്കൻ പ്രദേശമാക്കുന്ന പ്രഖ്യാപനം ട്രംപ് നേരത്തെ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാനെതിരെ പുതിയ ഒരു ഉപരോധ നടപടികൾ കൂടി ഇവിടെ ശക്തമാക്കുന്നത്. ഇറാന്റെ സാമ്പത്തിക മേഖലയെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയാണ് വാഷിംഗ്ടണിന്റെ ലക്ഷ്യമെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഇറാൻ ഹോർമൂസ് തുറക്കണമെങ്കിൽ അമേരിക്ക തങ്ങളുടെ നിലപാട് തിരുത്തണമെന്നും മുൻ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കയുടെ ഉപരോധ സമ്മർദ്ദത്തിനൊപ്പം തന്നെ ഹോർമൂസിന്റെ നിയന്ത്രണവും അമേരിക്കയുടെ കൈകളിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവരുടെ കൈകളിലാകാനുള്ള ട്രംപിന്റെ പ്രഖ്യാപനം വന്നതോടുകൂടി തന്നെ യഥാർത്ഥ ലക്ഷ്യം ഇറാനെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു രീതിയിലേക്കാണ് മാറുന്നത്. ലോകത്തിലെ നിർണായക ഊർജ്ജപാതയുടെ നിയന്ത്രണത്തിൽ അമേരിക്കയ്ക്ക് മേൽക്കൈ ഉറപ്പാക്കാനുള്ള തന്ത്രമാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇറാൻ ആകട്ടെ അമേരിക്കൻ സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങാൻ തയ്യാറാകില്ലെന്ന സൂചനയാണ് നൽകുന്നത്. ഹോർമൂസ് ഇപ്പോഴും അവിടെ അടഞ്ഞിരിക്കുകയാണ് എന്നും അമേരിക്ക തങ്ങളുടെ പെരുമാറ്റം തിരുത്തുന്നതുവരെ തന്നെ സ്ഥിതി മാറില്ല എന്നും ഇറാൻ രൂക്ഷമായ തന്നെ ഒരു വിമർശനവും മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കയുടെ സാമ്പത്തിക യുദ്ധത്തിൽ പങ്കാളികളാകുന്ന രാജ്യങ്ങൾക്കെതിരെയും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ പ്രശ്നം അമേരിക്ക ഇറാൻ പോരാട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയല്ല. ഹോർമൂസിലൂടെ തന്നെ കടന്നുപോകുന്ന ആഗോള ഊർജ്ജ വിതരണത്തെ ബാധിക്കുന്ന സാഹചര്യത്തെ കൂടുതൽ രൂക്ഷമായാൽ എണ്ണവില മുതൽ അന്താരാഷ്ട്ര വ്യാപാരം വരെ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും. യുദ്ധത്തിന് പകരം ഉപരോധവും സാമ്പത്തിക സമ്മർദ്ദവും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇറാനെ മുട്ടുകുത്തിക്കാനുള്ള നീക്കമാണ് വാഷിംഗ്ടൺ നടത്തുന്നത് എന്നതാണ് സൂചന. അതേസമയം ഹോർമൂസിന്റെ നയതന്ത്രം അത് സംബന്ധിച്ചുകൊണ്ട് തന്നെ അതേസമയം ഹോർമൂസിന്റെ നിയന്ത്രണം സംബന്ധിച്ച് അമേരിക്കൻ അവകാശവാദം ഇറാൻ തള്ളിക്കളയുകയാണ്. ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെ അന്താരാഷ്ട്ര ജലപാത സ്വന്തമാക്കില്ല എന്ന നിലപാടാണ് ടെഹ്റാൻ സ്വീകരിച്ചത്. അതിനാൽ തന്നെ ട്രംപിന്റെ പുതിയ പോസ്റ്റ് വെറും ഒരു രാഷ്ട്രീയ സന്ദേശമാണോ അതോ ഭാവിയിലെ അമേരിക്കൻ നയത്തിന്റെ സൂചനയാണോ എന്നതും ഇവിടെ വിഷയമായി തന്നെ ഉയർത്തുന്നുണ്ട്. ഇറാനെ സാമ്പത്തികമായി ഞെരുക്കാൻ പുതിയ ഉപരോധങ്ങൾ നടത്തുകയും ഹോർമൂസിനെ അമേരിക്കൻ പ്രദേശമെന്ന് പ്രഖ്യാപിക്കുന്ന ട്രംപിന്റെ നീക്കം ഒരു സൈഡിൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. ഇറാനെ സമ്മർദ്ദത്തിലാക്കുന്നതിനപ്പുറം തന്നെ പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജപാതയുടെ നിയന്ത്രണം തന്നെ ലക്ഷ്യമിടുന്ന പുതിയ അമേരിക്കൻ പവർ ഗെയിമിന്റെ തുടക്കമായി തന്നെയാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.